നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ. മണ്ണമ്പേട്ട തെക്കേക്കര പാച്ചെട്ടിച്ചിറയിൽ വഴിയരികിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം നടത്തി. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഹോസ്പിറ്റലുകളുടെ അനാസ്ഥയ്ക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഗോവർധിനി പദ്ധതി പ്രകാരം പ്രത്യേക കന്നുകുട്ടി പരിപാലനത്തിന്റെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. നല്ല നടപ്പിന് ജാമ്യമെടുക്കാൻ വിസമ്മതിച്ച 2 പേർ അറസ്റ്റിൽ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന നർത്തകനാണ്. തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് 16 ഗ്രാം MDMAയുമായി ഒളരി സ്വദേശിയും നിലവിൽ ആമ്പല്ലൂർ പുലക്കാട്ടുകരയിൽ താമസക്കാരനുമായ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ ഡെയ്സൺ തോമസ് എന്നയാൾ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP സുമേഷ് K, തൃശൂർ റൂറൽ നർക്കോട്ടിക് സെൽ DYSP ഉല്ലാസ് കുമാർ M എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരിമരുന്നും പ്രതിയെയും പിടികൂടിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡെയ്സൺ. പിടിയിലായ ഡെയ്സന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും വീടിന് മുന്നിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂട്ടായ്മ കവർച്ചയ്ക്ക് ഒരുങ്ങവെ പിടിയിലായ കേസും നിലവിലുണ്ട്. പ്രതിയെ പിടികൂടുവാനും മയക്കുമരുന്ന് കണ്ടെത്തുവാനും ചാലക്കുടി ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ്, ജില്ലാ ലഹരിവിരുദ്ധ സേനാംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, വിശ്വനാഥൻ KK, സിൽജോ VU, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സൈബർ പോലീസ് ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ്, രജീഷ്, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സുരേഷ് കുമാർ CR, ടെസി KT, പ്രദീപ് PD, ബിനു പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു. ഇയാളിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഏകദേശം 1/2 ലക്ഷത്തോളം രൂപ വില വരും. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചതായും ഈ ശൃംഖലയെക്കുറിച്ച് ജില്ലാ ലഹരിവിരുദ്ധ സേന കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കര പാച്ചെട്ടിച്ചിറയിൽ വഴിയരികിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. വഴിയാത്രക്കാരാണ് പാമ്പിനെ കണ്ടത്. പിന്നീട് സമീപവാസികൾ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പിള്ളിയിൽ നിന്നെത്തിയ സ്നേക് റെസ്ക്യൂ ടീമംഗങ്ങളാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു.
കഴിഞ്ഞയാഴ്ചയിലും ഇതേ സ്ഥലത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നാരായണ ഗുരുവിന്റെ നാമത്തിലുള്ള ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ നവംബർ 29-30 തീയതികളിൽ ഇറ്റലിയിൽ വെച്ചുള്ള മാർപ്പാപ്പ പങ്കെടുക്കുന്ന സർവമത സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി മെർച്ചന്റ്സ് കമ്മിറ്റി അംഗം VJ ജോജി എന്നിവരെ മെർച്ചന്റ്സ് പ്രസിഡന്റ് ജോയ് പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി നന്ദിയും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ ഡേവിസ് MD, ചന്ദ്രൻ കൊളത്താപ്പിള്ളി, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, ജോബി മേലേടത്ത്, റെയ്സൺ ആലൂക്ക, ബിജു മാളക്കാരൻ, ആന്റോ മേനച്ചേരി, ജോയ് പാനിക്കുളം, ബഷീർ ET, ആന്റോ എരിഞ്ഞേരി, ആന്റണി PV എന്നിവർ സന്നിഹിതരായിരുന്നു. ചിന്തകൾ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി തയ്യാറാക്കിയ രൂപരേഖ ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി അംഗീകരിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം തുടങ്ങും. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയുടെ ഘടന മാറ്റുന്നതിന് കരാർ കമ്പനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും നിർദ്ദിഷ്ട അളവിൽ രൂപരേഖ അംഗീകരിക്കുക മാത്രമാണ് NHAA ചുമതലയെന്നും പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു. പ്രാഥമിക തയ്യാറെടുപ്പുകൾ പോലുമില്ലാതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 2 മാസത്തോളമായിട്ടും പണിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സർവീസ് റോഡിന്റെ ഒരു ഭാഗം ടാറിട്ട് നന്നാക്കിയതിനാൽ ഗതാഗത പ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാണ്. സെപ്റ്റംബർ 24-നാണ് ആമ്പല്ലൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങിയത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷമാണ് മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയത്. അതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിലയ്ക്കുകയുമായിരുന്നു. നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്നാണ് കരാർ കമ്പനിയോട് അടിപ്പാതയുടെ ഘടന മാറ്റി പുതിയ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. ദേശീയപാതയിൽ ദിവസേന 50,000 വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് നിർദ്ദിഷ്ട വെഹിക്കുലർ അണ്ടർ പാസേജ് വരുന്നത്. സാധാരണ അടിപ്പാതകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെ കടന്നുപോകാൻ സൗകര്യമുള്ള വലിയ പാലമാണ് ആമ്പല്ലൂർ സെന്ററിലൂടെ കടന്നുപോകുന്നത്. മണലി പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്തായാണ് ദേശീയപാതയിൽ ചേരുന്നത്. ഒരേ സമയം അടിപ്പാതയുടെയും സർവീസ് റോഡിന്റെയും പണി ആരംഭിച്ചതാണ് ആമ്പല്ലൂരിലെ ഗതാഗത പ്രശ്നത്തിന് ആക്കം കൂട്ടിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാറാമ റപ്പായി അധ്യക്ഷത വഹിച്ചു. MV അരവിന്ദാക്ഷൻ, ഫിലോമിന ഫ്രാൻസിസ്, സാവിത്രി എന്നിവർ സംസാരിച്ചു. അപ്രായോഗികമായ NMMS, ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ മാത്രമല്ല തൊഴിലാളികളെ ഏതൊരു തൊഴിൽ മേഖല എടുത്തു നോക്കിയാലും ആ തൊഴിൽ
ഞങ്ങളുടെ അന്നം മുട്ടില്ലേ ഒരു ദിവസത്തെ അധ്വാനത്തിന്. ഹോസ്പിറ്റലുകളുടെ അനാസ്ഥയ്ക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും അനാസ്ഥ കൊണ്ട് രോഗികൾക്കുണ്ടാകുന്ന അപകടകരമായ അവസ്ഥയും മരണങ്ങൾക്കും വേണ്ടതായ നടപടികളും നഷ്ടപരിഹാരങ്ങളും നിയമം മൂലം ലഭിക്കുന്നതിനു വേണ്ടി തൃശൂർ DMO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ ചെയർമാൻ വിൻസെന്റ് പണ്ടാരവളപ്പിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KC കാർത്തികേയൻ, അഡ്വക്കേറ്റ് സുചിത്ര S, ഷാജഹാൻ ഇളനാട്, KK ഷാജഹാൻ, ജേക്കബ് പുതുശ്ശേരി, അന്ന രാജു, KM നസറുദ്ദീൻ, സരസ്വതി വലപ്പാട്, ജെയിംസ് മുട്ടിക്കൽ, സജി മഞ്ഞമാറ്റം, രാമനാഥൻ CR, T സുരേന്ദ്രൻ, ചന്ദ്രൻ, നടത്തറ സജീവൻ, അഞ്ജു ജോയ്, ശശി ആര്യാടൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വ്യാപകമായി വന്നതോടുകൂടി അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകൾ വന്നതോടുകൂടി തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്തെ വിവിധ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൌൺസിലർമാരും വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും വിവിധ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും പ്രധാന അധ്യാപകരും കുട്ടികളും യോഗത്തിൽ പങ്കെടുത്തു. കുന്നംകുളം AEO A മൊയ്തീൻ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ നവീൻ K കുമാർ നന്ദിയും പ്രകാശിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, P സോമശേഖരൻ, ഷെബീർ PK, സജിനി പ്രേമൻ എന്നിവരും കൌൺസിലർമാരായ ബിജു V ബേബി, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ അധ്യാപകനായി വിരമിച്ച അസ്ലം തിരൂർ തയ്യാറാക്കിയ ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ലബീബ് ഹസൻ, കൺവീനർ സൈമൺ ജോസ് എന്നിവർ അറിയിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധിനി പദ്ധതി പ്രകാരം പ്രത്യേക കന്നുകുട്ടി പരിപാലനത്തിന്റെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. തൊട്ടിപ്പാൽ ക്ഷീരസംഘത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. PT കിഷോർ, KC പ്രദീപ്, ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, ശ്രുതി ശിവപ്രസാദ്, KV രാജൻ, ഡോക്ടർ ജോഷി VS എന്നിവർ സംസാരിച്ചു. നല്ല നടപ്പിന് ജാമ്യമെടുക്കാൻ വിസമ്മതിച്ച 2 പേർ അറസ്റ്റിൽ. കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡികളായ മറ്റത്തൂർ കാവനാട് കൈപ്പിള്ളി വീട്ടിൽ 31 വയസ്സുള്ള പ്രതീഷ് എന്ന ടാൻസൺ, കുറുവത്ത് വീട്ടിൽ 21 വയസ്സുള്ള സുർജിത്ത് എന്നിവരെയാണ് ജാമ്യമെടുക്കാത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ 126 BNSS പ്രകാരം സെക്യൂരിറ്റി ബോണ്ട് എടുക്കാൻ നിർദ്ദേശിച്ച 2 പേർ ജാമ്യം എടുക്കാത്തതിനെ തുടർന്ന് ഇവർക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, SI VP അരിസ്റ്റോട്ടിൽ, ASIമാരായ MS ബൈജു, KG ഗോകുലൻ, CPO EA ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:45ഓടെ നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊട്ടിവീണ കേബിളിൽ കുടുങ്ങി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ തൃക്കൂർ ആദൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10-ന് കല്ലൂർ ചുങ്കത്ത് വച്ചായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിൽ തട്ടി റോഡിന് കുറുകെ പൊട്ടിവീണ കെ-ഫോണിന്റെ കേബിൾ ചക്രത്തിൽ കുരുങ്ങിയാണ് ഓട്ടോ മറിഞ്ഞത്. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 25 രൂപ കൂടി ഗ്രാമിന് 7105 രൂപ, പവന് 56,840 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ. മണ്ണമ്പേട്ട തെക്കേക്കര പാച്ചെട്ടിച്ചിറയിൽ വഴിയരികിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് അനുമോദന സമ്മേളനം നടത്തി. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതുക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഹോസ്പിറ്റലുകളുടെ അനാസ്ഥയ്ക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഗോവർധിനി പദ്ധതി പ്രകാരം പ്രത്യേക കന്നുകുട്ടി പരിപാലനത്തിന്റെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. നല്ല നടപ്പിന് ജാമ്യമെടുക്കാൻ വിസമ്മതിച്ച 2 പേർ അറസ്റ്റിൽ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.